ഞാൻ ആദ്യം വെള്ളം കുടിക്കട്ടെ. വെള്ളം കുടിച്ചു പോയി കേട്ടാ. വിഷയത്തിലേക്ക് വരാം. ഇപ്പൊ സമാധാനായില്ലേ? കൂട്ടത്തിൽ നിൽക്കുന്നവനൊരുത്തം നിലത്ത് വീണപ്പോൾ അതിനെ ചവിട്ടി വരച്ച് ആ വീണെടുത്ത് എഴുന്നേക്കാൻ പറ്റാത്ത വിധത്തിൽ ആക്കിയെടുത്തതിൽ വളരെ സന്തോഷമായിരിക്കുമല്ലോ ഇപ്പം എല്ലാവർക്കും, അല്ലേ? വളരെ സന്തോഷം തന്നെ. ഏതായാലും കോൺഗ്രസിന്റെ തീരുമാനം അത് എന്താ പറയാ, കോൺഗ്രസിനെ ഇപ്പം കേരളത്തിനകത്ത് അങ്ങ് പടുത്തുയർത്തും. 140 സീറ്റാണ് കേരളത്തിൽ മൊത്തം ഉള്ളത്. അത് ഇനി അടുത്ത ഇലക്ഷനിൽ വേണ്ടിക്കൽ 150 നമ്മൾ വിജയിക്കും, 10 അധികം കൂടി വിജയിക്കും കേട്ടാ. ഓക്കെ, അത്ര നല്ല തീരുമാനമാണ് എടുത്തത്. നാണോ മാനോ ഉളുപ്പും ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. ഏതെങ്കിലും അന്തംകമ്മികളും മരമുറി കൊള്ളക്കാരനും അതുപോലെ സംഘികളും പ്രചരിപ്പിച്ച ആ വാക്കും കേട്ടിട്ട് ഒരു തെളിവിന്റെ അടിസ്ഥാനം ഇല്ലാതെ, ഒരു ന്യായ വ്യവസ്ഥ കോടതിയും ഒന്നും കൽപ്പിക്കാതെ താത്വിക അവലോകനം ചെയ്ത് ഞങ്ങളെ 2 നേതാക്കന്മാർ, അതായത് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ അവർകളും മുൻ പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തലയും കൂടി വലിയ ഒരു കണ്ടുപിടുത്തം നൽകുന്നുണ്ട്. പുറത്തു വന്ന ശബ്ദരേഖ ഞെട്ടിക്കുന്നതും ഞെട്ടി വിറച്ച് കേരളം പുതപ്പിനടിയിലെല്ലാം മൂടിക്കിടക്കുക. ഉളുപ്പുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നില്ലടോ. ഒരു നീതി കിട്ടണ്ടേ ആർക്കായാലും? കൂട്ടത്തിൽ നിൽക്കുന്നവനല്ലേ. ആരെങ്കിലും നാളിന്ന് വരെ ഒരു രേഖാമൂലം പരാതി കൊടുത്തിട്ടുണ്ടോ? പിന്നെ ശബ്ദരേഖ ഏതൊക്കെ കോളത്തിൽ ഉണ്ടാക്കാൻ പറ്റും, ആർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റും, അല്ലേ? ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ കാലത്ത് പിന്നെ നിലമ്പൂര് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവിടെ പ്രചാരണം നടക്കുന്ന കാലത്ത് ഞങ്ങളെ മരണപ്പെട്ടു പോയ ആര്യാട മുഹമ്മദ് സാറിന്റെ അതേ ടൂണിൽ തന്നെ അവിടെ ഒരു ചായക്കടക്കാരൻ അതേ ശബ്ദത്തിൽ തന്നെ പറയുന്ന ശബ്ദരേഖയൊക്കെ നമ്മൾ കേട്ടതല്ലേ? അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് ഊഹാപോഹങ്ങൾ അടിസ്ഥാനമാക്കിയിട്ട് ഇത്തരം ഒരു നിലപാട് സ്വീകരിച്ചത്. എന്നിട്ട് നാളമില്ലാതെ പറഞ്ഞു വെക്കുക. പാർട്ടി അങ്ങ് വലിയ ഉയർച്ചയിലെത്തും. നോക്കാം, കാണാം. കാണാബോധപൂരം ഞങ്ങൾ പറഞ്ഞറിയിക്കണ്ടല്ലോ. ഓക്കെ, ഏതായാലും സ്വന്തം പാർട്ടിക്കകത്തുള്ള ഒരു യുവ നേതാവ് വളർന്നു വരുമ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ല എന്നുള്ള ഉത്തമ ബോധ്യം ഇപ്പൊ കേരളത്തിലെ ബോധമുള്ള വിവരവും വിദ്യാഭ്യാസമുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ട് കേട്ടാ. ഇനി നാളുകളിൽ നിങ്ങൾക്കെതിരെയും ഇത്തരം എന്തെങ്കിലും അലിഗേഷൻ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ധാർമ്മികത ഉണ്ടെങ്കിൽ രാജിവെച്ച് ഉടനെ പോകണം പുറത്തോട്ട് കേട്ടോ. ഇതുകൊണ്ടൊന്നും അവസാനിപ്പിക്കൂല CPM, മനസ്സിലാക്കിക്കോ. അടുത്ത വെടി പൊട്ടിക്കാൻ പോകുന്നേ ഉള്ളൂ കേട്ടാ. തൻ്റെ ഒന്ന് അട്ടല്ലും വേണം ഒരു പ്രസ്ഥാനത്തിന് മുന്നിൽ നിന്ന് നയിക്കുമ്പോൾ. അവിടെ വാഴപ്പിണ്ടി ഉണ്ടായിട്ട് ഞാൻ വലിയ തമ്പരാണെന്ന് പറഞ്ഞ് കരുതിയിട്ട് കാര്യമില്ല. അതായത് നിങ്ങൾ ഇപ്പൊ ചെയ്യേണ്ട കാര്യം എന്താ? അത്തരം ഒരു അലിഗേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ആ അലിഗേഷനിൽ പെട്ട അല്ലെങ്കിൽ ആ ഇരയാക്കപ്പെട്ട പ്രതികൾക്ക് പരാതി ഉണ്ടെങ്കിൽ രാജ്യത്തൊരു നിയമ സംവിധാനം ഉണ്ട്. നിയമ സംവിധാനം വെറുതെ കടല പറക്കാൻ ഉണ്ടാക്കി വെച്ചതല്ല. അത് ഇത്തരം അവർക്കുള്ളത് തന്നെയാണ്. അവരവിടെ പോയി പരാതി കൊടുക്കട്ടെ. അതിന്റെ കൃത്യമായ വിത്ത് എവിഡൻസ് അടക്കം അന്വേഷിച്ച് അതിന് കുറ്റക്കാരനെന്ന് കണ്ടെത്തട്ടെ. അതിനുശേഷം നടപടിയെടുത്താൽ പോരെ. ഇപ്പൊ നിങ്ങൾ നടപടിയെടുത്തിട്ട് നിങ്ങൾ എന്തോ സംഭവം വിചാരിക്കാൻ വേണ്ടിയാ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഈ രാഹുലിന്റെ രാജി ആവശ്യപ്പെട്ട് രാഹുൽ രാജിവെച്ചോ ഇല്ലെന്ന് ആവശ്യപ്പെട്ട ഈ നേതാക്കന്മാർക്കെതിരെ പരാതി വന്നിട്ടില്ലേ? ധാർമ്മികത ഉണ്ടെങ്കിൽ കോൺഗ്രസിന്റെ ഭാവിയാണ് നിങ്ങളെ മുന്നിലുണ്ടെങ്കിൽ സ്വയം രാജിവെച്ച് പോവാദ്യം. കാരണം ഈ പ്രതിപക്ഷ നേതാവിന് നേരെ തന്നെ ഒരു സ്ത്രീ കൃത്യമായിട്ടുള്ള വിത്ത് എവിഡൻസോട് കൂടി തന്നെ പരാതി പറഞ്ഞിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും ഉണ്ട്. ആ ധാർമ്മികത ഏറ്റെടുക്കും. അത് പാർട്ടിക്കും ഒരുപാട് കളങ്കങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, ഇല്ലേ? പിന്നെ അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഒക്കെ മുൻകാല ചരിത്രങ്ങൾ പരിശോധിച്ചാൽ എന്താ, സ്വന്തം പാർട്ടിയെ തുടർഭരണം പോലും നഷ്ടപ്പെടുത്തിയ വിദ്വാനല്ലേ ഇപ്പോഴത്തെ ഈ വലിയ വിടുവായിത്വം പറഞ്ഞ് നടക്കുന്നത്? രാഹുലിന്റെ രാജി ചോദിച്ചു വാങ്ങിയത് അല്ലേ? അപ്പൊ അതൊക്കെ പിന്നെ എന്താ കോൺഗ്രസ് പാർട്ടിന്റെ ഉന്നമനത്തിനായിരുന്നു, അറിയോ? പിന്നെ നിങ്ങൾ നീതി കിട്ടണ്ടേ എന്നൊക്കെ പറയുന്നുണ്ട്. ആർക്ക് നീതി കിട്ടണ്ടേ എന്നാ പറയുന്നത്? ഈ പറയുന്ന രാഹുലിന് നീതി വേണ്ടേ? അവനിക്കൊരു അമ്മയും പെങ്ങളും സഹോദരിയും ഒക്കെ ഇല്ലേ? അവനിക്കൂല്ലേ കുടുംബങ്ങൾ? അവരെവിടെ നിന്ന് വഴിപോക്കുന്ന പൊട്ടിമുളച്ചതാണോ രാഹുല്? അറിയോ? ആ അമ്മയും രാഹുലിന്റെ സഹോദരിയും അനുഭവിക്കുന്ന മാനസിക പീഡനങ്ങൾ നിങ്ങൾ ചിന്തിക്കട്ടെ, മനസ്സിലാക്കണ്ടേ? ഇപ്പുറം മാത്രമല്ലല്ലോ, ഇപ്പുറം ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്ത് വന്നിട്ടുണ്ട്. ശരിയാ, അത് 2 പേര് സ്നേഹിക്കുന്ന കാലഘട്ടത്തിൽ അപ്പൊ സംഭവിക്കാൻ പാടില്ലാതെ സംഭവിച്ചു. അത് രാഹുൽ മാത്രമാണോ കുറ്റക്കാരൻ? അറിയോ? വായുവിലെ കൂടിയാണോ ഈ പറയുന്ന ഗർഭം ഉണ്ടാക്കിയത്? അല്ലെങ്കിൽ ഫോണിൽ ചാറ്റിലെ കൂടിയാണോ അങ്ങനെ ഒരു ഗർഭം അവിടെ ഉണ്ടായത്? അറിയോ? ഏകപക്ഷീയമായിട്ട് നിലപാട് സ്വീകരിക്കൽ, മനസ്സിലായ? നിങ്ങൾക്ക് സ്ത്രീധനം കിട്ടിയ ഇതൊന്നുമല്ല ഈ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം. നിങ്ങൾക്കുള്ള അതേ പ്രിവിലേജും റൈറ്റും ഈ പറയുന്ന ഈ MLA ക്ക് ഉണ്ട്. മനസ്സിലായി? നിങ്ങളെ തറവാട് സ്വത്ത് വീതം വെക്കലല്ല ഇത്.
ഒരു ആരോപണം എതിർ പാർട്ടികൾ ഉന്നയിക്കുമ്പോൾ അതിന്റെ കണ്ടന്റും മെറിറ്റും മനസ്സിലാക്കണ്ടേ നമ്മൾ? ഒരാളെ ക്രൂശിക്കുമ്പോൾ കഴിഞ്ഞ 5 ദിവസമായില്ല ആ മനുഷ്യനെ വേട്ടയാടാൻ തുടങ്ങിയിട്ട്. എങ്ങനെയാണ് ഉമ്മൻചാണ്ടി സാറ് വേട്ടയാടിയത്? അതേ ടൂണിലും അതേ തരത്തിലും അല്ലേ വേട്ടയാടിയത്? അല്ലേ? ആ പറയുന്ന ഞാൻ അന്നത്തെ വാർത്താ സമ്മേളനത്തിൽ തന്നെ ആ രാഹുലിന്റെ മുഖം കാണുമ്പോൾ മനസ്സാക്ഷിയുള്ള ഹൃദയമുള്ളവർക്കൊക്കെ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ആ മനുഷ്യൻ എന്ത് പറയണം, ആ മനുഷ്യൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്തതായിരിക്കും അത്തരം അലിഗേഷൻ വന്നത്, അല്ലേ? എന്നിട്ട് അന്ന് പോലും നിങ്ങൾ കൂടെ നിന്നില്ല. അവിടെ ആകെ ഒരു സംരക്ഷണം ലേശം തീർത്തത് കെ മുരളീധരനാണ്. അദ്ദേഹം വളരെ ക്ലിയർ ആയിട്ട് വാർത്താ മാധ്യമങ്ങളോട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ പരാതിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മാധ്യമത്തിന്റെ മുമ്പിലല്ല പറയേണ്ടത്. രാജ്യത്തൊരു നിയമ സംവിധാനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഭരണഘടനയിൽ ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയെന്നല്ല ഞങ്ങൾ വീമ്പളക്കുന്നത്, കോൺഗ്രസ് ഉണ്ടാക്കിയതെന്നുള്ള കാര്യം. എന്തിനത് കടന്നു പറക്കാനായിരുന്നു? അവിടെ പോയിട്ട് അവര് പറയട്ടെ, എന്നിട്ട് കോടതി FIR കേസെടുക്കട്ടെ പോലീസ് സ്റ്റേഷനിൽ നിന്ന്. അതിനുശേഷമല്ലേ നമ്മൾ ഇത്തരം നടപടി സ്വീകരിക്കേണ്ടത്? അല്ലാതെ ഏതെങ്കിലും മരമുറി കൊള്ളക്കാരെ കോൺഗ്രസിനോടുള്ള രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമായിട്ട് ഓരോ ദിവസവും കെട്ട് കഥകൾ ഉണ്ടാക്കിയിട്ട് അങ്ങ് വിടുമ്പോ ഇതാ ഇനിയും സ്ത്രീകൾ വെളിപ്പെടുത്താനുണ്ട്, ഇതാ ഇനിയും സ്ത്രീകൾ വെളിപ്പെടുത്താനുണ്ട് എന്ന് പറയുമ്പോ ഈ വെളിപ്പെടുത്തിയ 3 സ്ത്രീകൾ എന്താണോ വെളിപ്പെടുത്തിയത്? ബോധം വിവരവും വിദ്യാഭ്യാസമുള്ളവരൊക്കെ ഇത് കാണുന്നില്ലേ, കേൾക്കുന്നില്ലേ? അതിൽ ഒരു സ്ത്രീയാണ് ഗർഭം ഉണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ഒരു വീഡിയോസ് പുറത്തു വന്നത്. അതും പാർട്ടിക്ക് സ്ഥാനങ്ങൾ ഏൽക്കുന്നതിന് MLA ആകുന്നതിന് മുമ്പാ. അതിനൊക്കെ അങ്ങനെ പിന്നെ ഇവരുടെ ഭാവി ജീവിതമൊക്കെ അങ്ങ് മുന്നോട്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഓരോരുത്തന്റെയും ജീവിതത്തിൽ എന്തൊക്കെ നടന്നിട്ടുണ്ടാവും ചെറുപ്രായത്തിലൊക്കെ, ഇല്ലേ? എല്ലാവരും ഹരിചന്ദ്രന്മാരാണ്. ഇവിടെ നമ്മളൊന്നും ഒരു തെറ്റും ജീവിതത്തിൽ ഇന്ന് വരെ ചെയ്തിട്ടില്ല. നിങ്ങളാരും ചെയ്തിട്ടില്ലേ? അപ്പൊ എതിരാളികളുടെ വാക്ക് കേട്ട് അതിനെ ശരിവെക്കുന്ന നടപടി എടുത്തിട്ട് പാർട്ടിക്ക് അത് ഇമേജ് ഉണ്ടാക്കും എന്ന് പറയുമ്പോ അത് വിശ്വസിക്കാൻ മാത്രം സെപ്റ്റിക് ടാങ്ക് ഭക്ഷിക്കുന്നവരല്ല ഞങ്ങൾ. മനസ്സിലാക്കിക്കോ. ഇന്ന് മുതൽ ഇനിയിപ്പോ CPIM-ന്റെയും BJP-യുടെയും പ്രൊഫൈലിൽ എന്താ അവരാഘോഷിക്കുക? ഞങ്ങൾ പറഞ്ഞ ആരോപണങ്ങൾ ശരിയാണ്, ഇതാ കോൺഗ്രസിന്റെ MLA-മാർ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നല്ലേ അവര് പറഞ്ഞു വെക്കുക? അപ്പൊ കോൺഗ്രസിന് നഷ്ടങ്ങളാ കോട്ടങ്ങളാ ഉണ്ടാകുക? ഇലക്ഷൻ പടിവാതിക്കലെത്തി നിൽക്കുകയല്ലേ, അല്ലേ? നിങ്ങൾക്ക് കുറച്ചെങ്കിലും ആത്മസമീപനം പാലിച്ചൂടെ? നിങ്ങൾ എന്താ പറയേണ്ടത്? ഇതിനകത്ത് ഇങ്ങനെ ആരോപണങ്ങൾ വന്നിട്ടുണ്ട്, ശരി, ഞങ്ങൾ പറ്റാവുന്ന നടപടി പാർട്ടിന്റെ ഔദ്യോഗിക സ്ഥാനത്ത് അദ്ദേഹത്തെ പുറത്താക്കി. ഇനി MLA സ്ഥാനം രാജിവെക്കണം എന്നുണ്ടെങ്കിൽ ഈ ആരോപിക്കപ്പെടുന്ന പ്രതികൾ പോയി പരാതി കൊടുത്ത് അതിന്റെ അന്വേഷണം നടന്ന് രാഹുൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ ഒരു നിമിഷം പോലും പാർട്ടി ഈ സ്ഥാനം കൊടുക്കത്തില്ല, അതിന് വെച്ച് പൊറുപ്പിക്കത്തില്ല എന്ന് പറയേണ്ട ഘട്ടത്തിൽ നിങ്ങൾ ഉടൻ അവരോട് രാജി വാങ്ങിച്ചിട്ട് ഈ ആരോപണം ഉന്നയിച്ചവർക്ക് എന്താ പറയുക, കോൺഗ്രസിന് അടിക്കാൻ ഒരു വടിയിട്ട് കൊടുത്ത നീയൊക്കെയാണോ കോൺഗ്രസിന്റെ ഇമേജ് അങ്ങോട്ടാക്കി എന്ന് പറയുന്നത്? അത് വിശ്വസിക്കാൻ മാത്രം മൂളകളാണോ കേരളത്തിലെ പാർട്ടിയുടെ പ്രവർത്തകർ, സാധാരണ പ്രവർത്തകർ? അതെയോ? അങ്ങനെ നിങ്ങൾ ആരും കരുതണ്ട. ഇതിനുള്ള കൃത്യമായിട്ടുള്ള മറുപടി ഒന്നിക്ക് കാലം തരും, ഞങ്ങൾ ജനങ്ങൾ തന്നിട്ടില്ലെങ്കിലും. കാരണം അത്രമാത്രം മനസ്സ് ആ രാഹുലിനെ നൊന്ത് പ്രസവിച്ച സ്ത്രീയല്ലേ, അല്ലേ? അവർക്ക് കിട്ടാത്ത പ്രിവിലേജ് എന്താണോ ഇപ്പഴുമുള്ള ഒരു സ്ത്രീക്ക് നിങ്ങൾ കൊടുക്കുന്നത്? എനിക്ക് മനസ്സിലായതിന്റെ ലോജിക്ക് എന്താന്നുള്ള കാര്യം. അപ്പൊ അതും ആലോചിക്കണ്ടേ? നിങ്ങൾക്ക് നേരെ ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ നിങ്ങളെ വീട്ടിലുണ്ടാവൂലേ സ്ത്രീകൾ, ഇല്ലേ? അവരുടെ മാനസികാവസ്ഥയും പരിഗണിക്കണ്ടേ? പിന്നെ വെറുതെ പോയതല്ലല്ലോ. രണ്ടുപേര് സ്വയം ഇഷ്ടത്തിലകത്തിന്റെ 18 വയസ്സ് കഴിഞ്ഞാൽ ലൈംഗിക ബന്ധത്തിലും ഇതൊക്കെ ഏർപ്പെടാമെന്ന് ഭരണഘടനയിൽ എഴുതി വെച്ച് രാജ്യത്തെ ജനങ്ങൾക്ക് അതിന് റൈറ്റും കൊടുത്തൊരു രാജ്യത്ത് നിന്നുകൊണ്ടല്ലേ ഈ മണ്ടത്തരം വിളിച്ചു പറഞ്ഞിട്ട് നിങ്ങൾ ഈ ജനങ്ങളെ വിഡ്ഢികളാക്കാൻ വേണ്ടി നോക്കുന്നത്, അല്ലെ? നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? നിങ്ങൾക്ക് മാത്രം ഈ രാജ്യത്തെ എല്ലാ കാര്യങ്ങളും അറിയുന്നതാണോ നിങ്ങൾ ഈ 2 വിചാരം? ആ വിചാരമൊന്നും വേണ്ട കേട്ടാ. പിന്നെ രാജിവെക്കാൻ രാഹുൽ ആയതുകൊണ്ട് രാജിവെച്ച്, ഞാനായിട്ടാണെങ്കിൽ പോടാ എന്ന് പറയും. ഞാൻ കോടതിക്ക് ഫൈറ്റ് ചെയ്യും. എന്താ, നിങ്ങളാണോ വിജയിപ്പിച്ചത്? അവിടുത്തെ വോട്ടർമാരല്ലേ സാധാരണ പട്ടിണി പാവങ്ങൾ അധ്വാനിച്ച് വിജയിപ്പിച്ചതല്ലേ, അല്ലെ? അവർക്ക് പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടോ? നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഒരു സർവേ ഫലം നടത്തണ്ടേ? നിങ്ങൾ തൊട്ടതിനും പിടിച്ചതൊക്കെ നടത്തുന്നുണ്ടല്ലോ. നിങ്ങൾ അവിടെ പോയി കോൺഗ്രസിന്റെ പ്രവർത്തകരോട് ചോദിച്ചോ? എന്നിട്ട് അവരുടെ വികാരങ്ങളെ മനസ്സിലാക്കിയോ? അതൊന്നുമില്ലല്ലോ. നിങ്ങളെ ഇഷ്ടത്തിന് നിങ്ങൾ അച്ചി വിട്ടുന്ന ശ്രീധരൻ കിട്ടിയതല്ല ഈ പാർട്ടി, അല്ലെങ്കിൽ ഇതിന്റെ വീതം വെക്കാൻ വേണ്ടി നിങ്ങൾ പറയുന്നിടത്ത് അങ്ങ് ചെന്നെത്തിക്കാൻ വേണ്ടി. മനസ്സിലായ? ഒരു നീതി കിട്ടണ്ടേ? ഞങ്ങൾ രാജ്യത്ത് തന്നെ ഒരു തൂക്കാൻ വിധിച്ച ഒരു തൂക്ക് പ്രതിയുടെ അവസാനത്തെ ആഗ്രഹം എന്താണെന്ന് ചോദിക്കും. അത് ചോദിച്ചിട്ട് ആ ആഗ്രഹം നടപ്പാക്കി കൊടുക്കുന്ന ഒരു രാജ്യത്ത് നിന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു കാര്യവും കേൾക്കാതെ അദ്ദേഹത്തിന് ആരോപണം ഉന്നയിച്ച ആ സമയം തൊട്ട് സ്വന്തം പാർട്ടിക്കകത്തുള്ള നിങ്ങളെപ്പോലത്തെ അദ്ദേഹത്തെ വേട്ടയാടിയില്ലടാ. ഈ പാവക്കറയിൽ എവിടെ കൊണ്ടുപോയി തീർക്കും പറ? ദൈവത്തിന് നിരക്കോ ഇതൊക്കെ? ദൈവം മുകളില്ലേ? ഞങ്ങളൊരു വിശ്വാസികളല്ലേ? അതിന്റെ കാലം കണക്ക് തീരാതെ നിങ്ങളോട് ചോദിക്കും. നിങ്ങൾ നോക്കി എഴുതി വെച്ചവളുള്ള പേപ്പറിൽ. ആരും ഇവിടെ വിശുദ്ധൻ മരിച്ചന്ദ്രനൊന്നുമല്ല. ഇന്നല്ലെങ്കിൽ നാളെ
മനസ്സിലാക്കിക്കോ നിങ്ങൾ കേട്ടോ. എന്നിട്ട് അന്തം കമ്പികളും എന്നാൽ നിങ്ങൾ ചോദിക്കും ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നെങ്കിൽ നിന്റെയൊക്കെ മറ്റേ പഴം തിരികെ വെച്ചിട്ടുണ്ടായിരുന്നോ? കടകംപള്ളി സുരേന്ദ്രൻ ഒരു സ്ത്രീയുമായിട്ട് ആ സ്ഥാനത്തിരിക്കുന്ന ഘട്ടത്തിൽ ഫോൺ സംഭാഷണമൊക്കെ പുറത്തു വന്നില്ലേ? ഏതെങ്കിലും ഒരു CPM നേതാവ് അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു അക്ഷരം വേണ്ടിയോ? ഞങ്ങൾ പ്രതിപക്ഷം വന്ന് ആ ആവശ്യം ഉന്നയിച്ചപ്പോൾ ആ ഫോൺ സംഭാഷണം നടത്തി അവരെ സംരക്ഷിക്കല്ലേ അവർ ചെയ്തത് അല്ലേ? ഇനി പറയും അതിന്റെ നിലപാടല്ലല്ലോ ഞങ്ങളുടെ നിലപാടല്ലല്ലോ അതിന്റെ നിലപാട് എന്നൊക്കെ ന്യായീകരണം വേണ്ട. പക്ഷെ ആ നിലപാട് സ്വീകരിക്കുന്നതാണ് ജനങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം എന്നുള്ളത് കൊണ്ട് അവർ തുടർ ഭരണം ഉണ്ടാക്കി അവരുടെ മെമ്പർ ഓഫ് നിയമസഭയിലേക്ക് മെമ്പർമാരെ ഉയർത്തിക്കൊണ്ടുവരുന്നത്. നിങ്ങളോ ഈ ഗാന്ധിസം പറഞ്ഞ് ഒരു രാജ്യം മുഴുവൻ അടക്കി ഭരിച്ച പ്രസ്ഥാനത്തെ അങ്ങനെ ഇല്ലാതാക്കി ഉപ്പ് വെച്ച തറവാളിയാക്കി മാറ്റിയില്ലേ നിങ്ങൾ? ഇല്ലേ? എന്നിട്ടും പറയും കോൺഗ്രസിന് ആ നയമല്ല. ഇനി നയം പറയണമെങ്കിൽ ഈ പാർട്ടി ഉണ്ടാവണ്ടേ? ഇനി ബാക്കി അവശേഷിക്കുന്ന ഒരു കച്ചിത്തുരുമ്പായിരുന്നു യുവ നേതാക്കന്മാരുടെ ഒരു പ്രതീക്ഷ. അതിനെയും ഒന്നൊന്നായി വെട്ടി മാറ്റാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. നിങ്ങൾക്ക് നഷ്ടങ്ങൾ ഒന്നും സംഭവിക്കുന്നില്ല. കാരണം നിങ്ങൾ ഇതിനു മുമ്പൊക്കെ ഉണ്ടാക്കേണ്ട സ്വത്തും മുതലൊക്കെ ഈ പാർട്ടിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് നിങ്ങൾ ഉണ്ടാക്കി. 4 തലമുറകൾക്ക് തിന്നേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ പാർട്ടി കൊണ്ട് സമ്പാദിച്ചവരാ നിങ്ങൾ. ഇനി നിങ്ങൾക്ക് ഈ MLA MP ആയിട്ടില്ലെങ്കിൽ പോലും ഈ മുൻകാലങ്ങളിൽ പാർട്ടി തന്ന ഈ ML സ്ഥാനം MP സ്ഥാനത്തിന്റെ പെൻഷനും മുടങ്ങാതെ നിങ്ങൾക്ക് മാസാമാസം നിങ്ങളുടെ അക്കൗണ്ടിൽ വരും. അതുകൊണ്ട് പാർട്ടി ഉണ്ടായോ ഇല്ലയെന്നും നിങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല. ഇവിടെ ഈ പ്രസ്ഥാനം നിലനിൽക്കണമെന്ന് ഞങ്ങളെപ്പോലുള്ള പട്ടിണി പാവങ്ങളുടെ ആഗ്രഹങ്ങളാ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് പറയേണ്ടി വരുന്നത്. മനസ്സിലാക്കിക്കോ നിങ്ങൾ. അല്ലെങ്കിൽ രാഹുലിനെ എതിരെ പറയാൻ, രാഹുൽ ചെയ്ത ക്രൈം പറയാൻ ഏതെങ്കിലും ഒരു വട്ടാവളിന് ഇന്ന് വരെ കഴിഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ രാഹുൽ ചെയ്ത ക്രൈമാണ്, അത് ക്രൈം ചെയ്തിട്ടുണ്ട്, അതിന്റെ നീചസ്ഥിതി ഇതാ ഇങ്ങനെ സത്യം തെളിയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുള്ള വിത്ത് എവിഡൻസ് അടക്കമാണ് നിങ്ങൾ ഈ നിലപാട് സ്വീകരിക്കുന്നെങ്കിൽ ഞങ്ങൾ നിങ്ങൾ അംഗീകരിക്കും. അല്ലാതെ ശൂന്യത്തിൽ നിന്നുണ്ടാക്കിയ കഥകൾ AI സംവിധാനം നിൽക്കുന്ന ഒരു രാജ്യത്ത് നിന്നുകൊണ്ട് എന്തും പറയാ, എന്തും പ്രചരിപ്പിക്കുക, ടൂണിൽ ഉണ്ടാക്കുക എന്നുള്ള സാഹചര്യമൊക്കെ ഉണ്ടാകുന്ന ഒരു സംവിധാനത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ഇത്തരം നിലപാട് സ്വീകരിക്കുമ്പോൾ അതൊന്നും വകവച്ച് തരാൻ ഞങ്ങൾക്ക് കഴിയില്ല. ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവർക്ക് കഴിയില്ല കേട്ടാ. ഓക്കെ, എന്നിട്ട് മുടന്ത ന്യായം പറയാ ഉളുപ്പില്ലാതെ വർഗങ്ങൾ പറയുന്നതിനകത്ത് വല്ല ലോജിക്കും വേണ്ടേ? എന്നിട്ട് പാർട്ടിക്ക് ഇത് കൂടുതൽ നാണക്കേട് ഉണ്ടാക്കുമ്പോ എല്ലാം നാണക്കേട് ഉണ്ടായിട്ടല്ല ഇപ്പം പാർട്ടി ഇങ്ങനെ ഉണ്ടായത്. രാഹുൽ ഇപ്പം വന്നിട്ട് MLA ആയിട്ടാകെ 3-4 മാസേ ആയിട്ടുള്ളൂ. രാഹുൽ രാഷ്ട്രീയത്തിലേക്ക് തന്നെ നമ്മൾ കാണാൻ തുടങ്ങിയത് ഈ കൊറോണയ്ക്ക് ശേഷം ഇങ്ങോട്ടാ. അതിനു മുമ്പ് നിങ്ങളൊക്കെ നാണക്കേട് ഉണ്ടാക്കിയിട്ടില്ലല്ലോ ഇതുവരെ. സ്വന്തം മുഖ്യമന്ത്രിക്കെതിരെ RSSഉം CPM-ഉം പറയാൻ പറ്റാത്ത അപ്പുറത്തേക്ക് കടത്തി തീവട്ടിക്കൊള്ള എന്ന് പുലഭ്യം വിളിച്ചു പറഞ്ഞ് തുടർഭരണം നഷ്ടപ്പെടുത്തിയ നീ ഇപ്പം വന്നിട്ട് ഇവിടെ രാഷ്ട്രീയ സദാചാര്യം കോൺഗ്രസിന്റെ വളർച്ചയെ പറ്റി പ്രസംഗിക്കാനൊന്നും ആയിട്ടില്ല. അതായിട്ടാകുമ്പോൾ ഞങ്ങൾ അങ്ങ് പറയാ കേട്ടാ. ഇതൊക്കെ ഇത്ര നാൾ പറയാണ്ട് വെച്ചത് എന്താ പറയാ, നേതാക്കന്മാരല്ലേ പ്രസ്ഥാനത്തിന് കോട്ടം തട്ടണ്ട എന്നുള്ളത് കൊണ്ടാ, അറിയാഞ്ഞിട്ടല്ല പറയാൻ കേട്ടാ. നിങ്ങൾ സ്വീകരിക്കുന്ന നിലപാടൊക്കെ ഞങ്ങൾക്കറിയാം. നിനക്കൊക്കെ അധികാരം വേണം, നിനക്കൊക്കെ മുഖ്യമന്ത്രിയാവണം അല്ലേ ഓരോരുത്തർക്കും. ഇതാണ് നിങ്ങളെ കളി. അതുകൊണ്ട് നിങ്ങളെ മുമ്പിൽ തടസ്സം നിൽക്കുന്നവരാ എതിരാളികളാരും വെട്ടിമാറ്റുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഒരു മുഴുവൻ മുമ്പേ അങ്ങോട്ട് കയറിയ. പക്ഷെ അതാ പൂതിയൊക്കെ ആ ആഗ്രഹമൊക്കെ മനസ്സിലാണ് വെച്ചേ കേട്ടാ. ഇനി ചുമലുണ്ടെങ്കിൽ നമുക്ക് ചിത്രം വരക്കാൻ പറ്റും. ഇനി വിജയിച്ച് വന്നാലല്ലേ എന്താക്കാൻ പറ്റും? മുഖ്യമന്ത്രിയും ഇതിനൊക്കെ അടിയും പിടിയും വെട്ടാൻ പറ്റും അല്ലേ? പക്ഷെ നോക്കാൻ നമുക്ക് കണ്ടറിയാം. കാലം അതിനൊക്കെ സാക്ഷി പറയട്ടെ. അത്രേ നമുക്ക് ഇതിനകത്ത് പറയാനുള്ളൂ. ഇപ്പം തന്നെ കഴിഞ്ഞ 4 ദിവസം മുമ്പ് ഈ വിഷയം വന്ന് ഈ വിഷയം മാധ്യമങ്ങൾ മുഴുവൻ ചർച്ച ചെയ്ത് കോൺഗ്രസ് പാർട്ടിയെ പ്രതിരോധത്തിലാക്കുമ്പോ ഈ നാറികൾ അവിടെ യൂത്ത് കോൺഗ്രസ് സ്റ്റേറ്റ് പ്രസിഡന്റിന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ഗ്രൂപ്പ് തമ്മിൽ അടിക്കുക, അവിടെ ചർച്ച ചെയ്യാ. അപ്പം വേറൊരു യൂത്ത് കോൺഗ്രസിന്റെ പറയാൻ ഞാനിതങ്ങ് വെച്ച് രാജിവെച്ചങ്ങ് പോയി കഴിയും, എനിക്ക് പ്രസിഡന്റ് സ്ഥാനം കിട്ടിയിട്ടില്ലെങ്കിൽ മറ്റവൻ അവനെ പറ്റത്തില്ല, ഇവനെ കയറ്റി അവിടെ ഇരുത്തണം. ഇങ്ങനെയല്ല നിങ്ങൾ ചർച്ച നടത്തിയത്. ഈ പാർട്ടിക്ക് നേരെ വരുന്ന അലിഗേഷൻ അത് കൃത്യമായിട്ട് മറുപടി കൊടുക്കാൻ വേണ്ടിയും ആരെങ്കിലും മുന്നോട്ട് വന്നോ? ഇല്ല. എന്നിട്ട് രാജി വെക്കണം. ഞാൻ വിചാരിച്ചു ഇവന്റെയൊക്കെ അമ്മായിയപ്പന് ശ്രീധരൻ കിട്ടിയിട്ട് ഇവന്റെയൊക്കെ തറവാട് സ്വത്ത് വീതം വെക്കാനാ. എടാ നിങ്ങൾക്കെല്ലാം അതേ റൈറ്റും അതേ പ്രിവിലേജും ഈ പ്രസ്ഥാനത്തിൽ അവർക്കുണ്ട്, അത് മനസ്സിലാക്കിക്കോ. പക്ഷെ ആ പാവം പിടിച്ചനായതുകൊണ്ട് നിങ്ങളുടെ മുഖത്ത് നോക്കി വിരൽ ചൂണ്ടി സംസാരിക്കാൻ പറ്റിയ മറ്റൊരു MLA ആണെങ്കിൽ നിങ്ങളെ പിടുക്കവറക്കും അല്ലേ? ആരാ ഈ പാർട്ടിക്ക് പേരുവാശം ഇല്ലാതാക്കുന്നത് ഒരുത്തൻ കൈവക്കിയ
അല്ല പാപം ചെയ്യാത്തവൻ കല്ലെറിയട്ടെ. ഞാൻ പറഞ്ഞത് എന്താ, ഇവിടെ കൃത്യല്ലേ, വ്യക്തമല്ലേ? അത്തരം ഒരു അലിഗേഷൻ ഉണ്ടെങ്കിൽ, അവൻ ആ കൂട്ടത്തിൽ ക്രൈം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഘട്ടത്തിൽ നമ്മൾ ആരും അവരെ സപ്പോർട്ട് ചെയ്യത്തില്ല, ശിക്ഷിക്കപ്പെടുക തന്നെ വേണം, ഒരു തർക്കമില്ല. പക്ഷേ ഇതൊന്നും തെളിയിക്കാതെ ആരൊക്കെയോ വഴിപോക്കുന്ന 2-3 സ്ത്രീകളെ കൊണ്ടുവന്നിട്ട് ഏതെങ്കിലും മലമുറിക്ക് കോൺഗ്രസ് വിരോധം വെച്ച പോലത്തെ മാധ്യമങ്ങളിലെ കൂടി ഏതെങ്കിലും വോയിസും കൊണ്ടുവന്നിട്ട് അങ്ങ് പറയുമ്പോ വോയിസ് ഞെട്ടിച്ചത് വിറപ്പിച്ച്, ആര് ഞെട്ടി, ആര് വിറച്ച്? ബോധമുള്ള ജനങ്ങൾ മുഴുവൻ പ്രതികരിക്കുന്ന സോഷ്യൽ മീഡിയ എടുത്തൊന്ന് നോക്ക്. കോൺഗ്രസ്സായി ജീവിക്കുന്ന എത്രയോ പട്ടിണി പാവങ്ങളുടെ വോയിസുകളൊക്കെ ഒന്ന് സോഷ്യൽ മീഡിയ ഒക്കെ ഒന്ന് എടുത്ത് നോക്കി. ഈ കുതികാലി വെട്ടാൻ നടക്കുന്ന ഒരു സമയത്തിൽ കുറച്ച് അരമണിക്കൂർ മാറ്റി വെച്ചുകൊണ്ട് സമൂഹത്തിൽ നടക്കുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി നോക്കുക ആദ്യം. മനസ്സിലായോ? അപ്പം മനസ്സിലാവും എന്താണെന്നുള്ള കാര്യം. കേട്ടാ വിചാരിക്കും ഇവരൊന്നും ജീവിതത്തിൽ ഇന്ന് വരെ ഒരു ക്രൈമിലും അകപ്പെടാത്തവരാണ്. ആർക്കാണ് ഈ പെൺവിഷയവുമായി ബന്ധപ്പെട്ട അലിഗേഷൻ ഇല്ലാത്തത്? പണ്ട് സരിത ചാനൽ ചർച്ചയിൽ കയറിയുന്ന ഒരു വലിയ എന്താ പറയണ്ടേ, വൈദ്യശാലയിൽ സീറ്റ് കൊണ്ടുപോകുമ്പോൾ മരുന്നിന്റെ പേരെതും പോലെ എഴുതി അങ്ങ് വായിച്ചില്ലേനു. എത്ര പേര് രാജിവെച്ചടാ, എത്ര പേരെ ധാർമ്മികത ഉയർത്തിപ്പിടിച്ചടാ? പറ നിങ്ങൾ പറ. എന്നിട്ട് വർഷങ്ങളോളം കോടതിക്കകത്ത് കയറി ഇറങ്ങിയില്ലാണോ നിങ്ങൾ? അത്തരം ഘട്ടങ്ങളിൽ പാർട്ടിക്ക് അഭിമാനവും വലിയ പ്രിവിലേജും ഒരു ധാർമ്മികതയും ഒന്നും വേണ്ടായിരുന്നോ? ഇപ്പൊ ഈ രാഹുലിന്റെ പേരിൽ മാത്രം ധാർമ്മികതയും പ്രിവിലേജും അതിന്റെ മൂല്യങ്ങളൊക്കെ എവിടുന്ന ഇപ്പം പൊട്ടി വന്നത്? ഇത് ഇന്നലെ ഉണ്ടായ പാർട്ടിയാ? അതിയാ? അപ്പൊ അതുകൊണ്ട് ഈ ഊളത്തരം വിളമ്പണ്ട കേട്ടാ. നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു പോകുന്നത് സത്യമായിട്ട് ഇന്നലെ തന്നെ ഒരു സ്ത്രീയൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്. ആ വൈക്ക് പോയിട്ടുണ്ടെങ്കിൽ ചീഞ്ഞ മുട്ടിയെടുത്തറിയുന്ന പറഞ്ഞത്. അതാ മാധ്യമത്തിലതാ New212 എന്ന് പറയുന്ന ഒരു മാധ്യമത്തിലതാ പറയുന്നത്. കോൺഗ്രസിന്റെ സ്ത്രീകൾ കൃത്യമായിട്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടോ? പിന്നെ ഇവന്റെ ഈ പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലത്തിൽ ഉള്ള INDUCന്റെ നേതാവടക്കം, യൂത്ത് കോൺഗ്രസിന്റെ നേതാവടക്കം, കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന സ്ത്രീകൾ അടക്കം ഒരു ചാനലിൽ പറയുന്നുണ്ട്, അവനിങ്ങ് വരട്ടെ, നമ്മൾ കാണിച്ചു കൊടുക്കാന്നാ പറഞ്ഞത്. ഇനി കോൺഗ്രസിന് വോട്ട് ചെയ്യത്തില്ല എന്നാ പറഞ്ഞത്. എന്തുകൊണ്ടാ ഇങ്ങനെ? ഇത് സ്ത്രീകൾക്ക് പോലും ഒരു ഘട്ടത്തിലും അംഗീകരിക്കുന്നില്ല ഈ വിഷയോ. സ്ത്രീകൾ തന്നെ പറയുന്നത് എന്താ, ആ പെണ്ണിനെന്താ ബുദ്ധിയും വിവരവും ഇല്ലേ? ഇവരൊക്കെ ഇങ്ങനെ പറയുമ്പോ എന്തിനു കൂടെ പോയി, എന്തിനു കൂടെ കിടന്നു എന്നാ അവർ ചോദിക്കുന്നത്. കാരണം അതിന്റെ ഗൗരവം അവർക്ക് മനസ്സിലാവും. ഇവർക്കതല്ല, ഇവർ ഏകപക്ഷീയമായിട്ട് രാഹുലിനെ മാത്രം. എന്നിട്ട് ആ പെണ്ണിന്റെ മാനസികാവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കൂ. അവർ എത്ര പ്രസ്റ്റേജിലെ കൂടിയാ കടന്നുപോയത് എന്ന് പറയുമ്പം നാണം കെട്ടവരെ, ഇപ്പറവും രാഹുലിനെ നൊന്ത് പ്രസവിച്ച ഒരമ്മ ഉണ്ട് എന്നുള്ള ബോധം നിനക്കുണ്ടാവണം. കൂടെ പിറന്ന സഹോദരിയും അപ്പുറമുണ്ട് എന്നുള്ള ചിന്ത നിങ്ങൾക്ക് ഉണ്ടാവണം. പറയുമ്പോ രണ്ടുപേരെയും പറ്റി പറയണം. അല്ലാതെ ഇപ്പുറം മാത്രം പറഞ്ഞ് അവരുടെ വേദന അങ്ങ് ചികഞ്ഞെടുത്തിട്ട് അവരെ സിമ്പതി ഇങ്ങ് പിടിച്ചു പറ്റുമ്പോ ഇപ്പുറത്തെ സ്ത്രീകൾക്ക് എന്താണോ അതൊന്നും വേണ്ടേ? ഒരു മനുഷ്യനെ ഇതിന് മാത്രമല്ല, ഇവറ്റകൾ ഞങ്ങളെ നേതാക്കന്മാർക്കെതിരെ ഇതുപോലെ തന്നെ ഒരു അലിഗേഷനുമില്ല സ്ത്രീകളെ കൊണ്ടുവരും എന്നതിന്റെ എത്രമാത്രം തെളിവുകളും സത്യങ്ങളും നമ്മുടെ മുമ്പിൽ നിൽക്കുക ഇല്ലേ? ഇത് ഇന്ന് മാത്രം തുടങ്ങിയതാണോ ഈ CPMന്റെയും സംഘപരിവാറിന്റെയും ചർച്ചകൾ ഇതുപോലെ വൃത്തികേട് ഉണ്ടാക്കിയെടുക്കാൻ? അല്ല, ഈ അനുഭവത്തിൽ നിന്നും പാഠം പഠിച്ചില്ലെങ്കിൽ നീയൊക്കെ എപ്പാടോ നന്നാവുക, എപ്പാ നീയൊക്കെ നേരെയാവുക? അതൊന്നു പറ, കേൾക്കട്ടെ. കേൾക്കാൻ ആഗ്രഹം കൊണ്ട് പറയുന്നതാ. കഴിഞ്ഞ 5 വർഷക്കാലം ഉമ്മൻചാണ്ടിന്റെ മരണത്തിന് മുമ്പിൽ ആ കാലഘട്ടത്തിൽ നമ്മളൊക്കെ കണ്ടതല്ലേ? സെക്സിനെ വെല്ലുന്ന വിധത്തിൽ ഒരു ഫാമിലിക്ക് ഇരുന്ന് വാർത്താ മാധ്യമങ്ങൾ കാണാൻ പറ്റാത്ത സ്ഥിതിവിശേഷത്തിലെ കൂടി അത്തരം വൃത്തികെട്ട ചർച്ചകളെ വദന സുരതം ആ പാവപ്പെട്ട മനുഷ്യൻ ചെയ്ത് എന്ന് പറഞ്ഞു പോലും ചർച്ച ചെയ്തിട്ടില്ലടാ. അവസാനം എന്താ വന്നത് വിധി കോടതിക്കകത്തുന്നത് എന്നതുപോലെ ആയിരിക്കത്തില്ലേ ഇതും? അല്ലേ? 3 സ്ത്രീകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് തുടക്കത്തിൽ. ആദ്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ ഈ ലൈവ് ചെയ്യുന്ന ഘട്ടത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ആരോപണം ഉന്നയിച്ച 3 സ്ത്രീകളുടെയും ക്രെഡിബിലിറ്റിയും പ്രിവിലേജും അവരുടെ രാഷ്ട്രീയ പാശ്ചാത്തലം എടുത്തെന്ന് പരിശോധിക്ക്, എന്നിട്ട് ഞങ്ങൾക്ക് നടപടിയെടുക്കാം എന്ന് പറഞ്ഞിട്ട് പോലും അതൊന്നും പറ്റൂല. കാരണം എന്താ, ഈ പറയുന്ന പ്രതിപക്ഷ നേതാവ് കേക്ക് മുറിച്ച് വായിൽ തള്ളിക്കൊടുക്കാൻ വേണ്ടി പോയ വീഡിയോസ് ഒക്കെ ഇന്ന് യൂട്യൂബിലും ഫേസ്ബുക്കിലും വാട്സപ്പ് ഗ്രൂപ്പിലും ഇങ്ങനെ എന്താ പറയാ പൂത്തു വിളയാടുക. അപ്പൊ അതിന്റെ രാഷ്ട്രീയ പാശ്ചാത്തലത്തിൽ ആ പറയുന്ന ആ പെണ്ണിന്റെ അച്ഛൻ ദേശാഭിമാനിയിൽ പ്രവർത്തിക്കുന്ന ഒരു അന്തംഗമ്മിയും കൂടിയാ. അത്തരം സ്ത്രീകള് ഞങ്ങളെ യുവജന നേതാക്കൾക്കെതിരെ ഈ അലിഗേഷൻ ഉണ്ടാക്കുമ്പോ
അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ വന്ന് ഇത്തരം ഉടായിപ്പും പറഞ്ഞ് വലിയ മാനവികത ഉയർത്തിപ്പിടിച്ചിട്ട് മനുഷ്യത്വപരമായിട്ട് ആക്കിയിട്ടെന്ന് പറയുമ്പോൾ നാണം കെട്ട വർഗമേ, ഇവനും മൃഗമല്ല, കഴുതയല്ല രാഹുൽ മാക്കൂട്ടത്തില്, പന്നികളല്ല രാഹുലിന്റെ കുടുംബത്തിലുള്ള ആ മറ്റംഗങ്ങള്. അതും അവർക്കും കിട്ടണം മാനുഷിക പരിഗണന, അവർക്കും കിട്ടണം നീതി. വേണ്ടേ? നാണം കെട്ടവരെ. എന്നിട്ട് രാജി എഴുതി അങ്ങ് വാങ്ങിക്കും. രാജി വെക്കേ പറ്റൂ. ഞാൻ അയക്കണേനും അവിടെ കാണിച്ചു തല പോയാലും ഒരു ഇഞ്ച് പോലും വിട്ടു തരൂല, ഒരു ഇഞ്ച് പോലും. മനസ്സിലാക്കിക്കോ കേട്ടാ. ജൂദാസിന്റെ പണിയെടുക്കണ്ട. 30 വെള്ളിക്കാശിന് ഒറ്റ കൊടുത്ത ജൂദാസിന്റെ പണിയാ നിങ്ങൾ ഇപ്പം എടുത്തത് എന്ന് അരിഭക്ഷണം കഴിക്കുന്ന ബോധമുള്ള, വിവരവും വിദ്യാഭ്യാസമുള്ള, ലോകം എന്താണെന്ന് തിരിച്ചറിയുന്ന, രാഷ്ട്രീയം പൊളിറ്റിക്കൽ എന്താണെന്ന് മനസ്സിലാക്കുന്ന സാമാന്യ ബുദ്ധിയുള്ളവർ മുഴുവൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിന്റെ കൃത്യമായിട്ടുള്ള പ്രതിഷേധവും പ്രതിഫലനവും നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ നേരിടേണ്ടി വരും കേട്ടാ. നിങ്ങളല്ല കോൺഗ്രസ് എന്നുള്ള ബോധ്യം നീ ഉണ്ടാവണം. നീ ഒറ്റൊരുത്തരം, നിങ്ങൾ 2-3 പേരല്ല കോൺഗ്രസ് എന്ന ആശയം മനസ്സിലാക്കിക്കോ കേട്ടാ. ആര് പറയുന്നു 10 പൈസക്ക് എടുക്കാ ചരക്കാകെയുള്ള ഇവര് വന്നിട്ട് ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന, ജനങ്ങളെ ആഗ്രഹിക്കുന്ന, വളർന്നു വരേണ്ട യുവ നേതാക്കന്മാരെ രാഷ്ട്രീയ ഭാവി ഇല്ലാണ്ടാക്കുക അല്ലെ? ഇതൊക്കെ എവിടെ ചെന്നുകൊണ്ടെത്തും? ഇത്ര നല്ല യുവനിരയുള്ള വേറെ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമാണോ കേരളത്തിനകത്തുള്ളത്? ചിന്താശക്തിയുള്ള, വിവരമുള്ള, വിദ്യാഭ്യാസമുള്ള, ജനങ്ങളുമായിട്ട് എങ്ങനെ ഇന്ററാക്ട് ചെയ്യണമെന്ന് കൃത്യമായിട്ട് അറിയുന്ന യുവനേരെയുള്ള ഒരു പാർട്ടിയാ കോൺഗ്രസ്. അങ്ങനെയുള്ള നേതാക്കന്മാർ വളർന്നു വരുമ്പോ നിന്റെയൊക്കെ വൃത്തികെട്ട ചിന്താഗതിയിലെ കൂടി പ്രസ്ഥാനത്തിലെ നിന്ന് കിട്ടാവുന്നത് മുഴുവൻ നേടിയെടുത്ത് അവസാനം പെൻഷൻ പറ്റുന്ന ടൈം എത്തുമ്പോ നീ മറ്റൊരു കാര്യം ഉദാഹരണവും പറഞ്ഞുകൊണ്ട്, അല്ല മറ്റേതെങ്കിലും അധികാരത്തിന് മുൻപിലെടുത്ത് വെച്ചുകൊണ്ട് ഇത്തരം വളർന്നു വരുന്ന യുവക്കളെ വാങ്ങി വെട്ടി നിരത്തി ഈ പ്രസ്ഥാനത്തിന്റെ ശവക്കല്ലറക്ക് ആഞ്ഞടിക്കാൻ ശ്രമിക്കുന്ന നാണം കെട്ടവരെ ഓർത്തോ നിങ്ങൾ. ഇത് ചരിത്രം സാക്ഷിയ, കാലം സാക്ഷിയ. ഞങ്ങളെ പൂർവികന്മാർ ജന്മങ്ങളുടെ ജീവൻ കൊടുത്ത് പടുത്തുയർത്ത പ്രസ്ഥാനമാണെങ്കിൽ ഇതിനെ രക്ഷിക്കാൻ ഉടയ തമ്പൂരാൻ തന്നെ ഉണ്ടാകും എന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. മനസ്സിലാക്കിക്കോ കേട്ടാ. നിന്റെ ഒന്നും പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടല്ല ഈ പ്രസ്ഥാനം ഇന്ന് ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കുന്നത്. ഞങ്ങളെ പൂർവികന്മാർ ചെയ്തു വെച്ച ഏതോ നന്മയുടെ ഭാഗമായിട്ടാണ് അവശേഷിക്കുന്ന ഈ പ്രസ്ഥാനം ഇങ്ങനെയെങ്കിലും ഈ രാജ്യത്ത് നിലനിൽക്കുന്നത്. അത് മനസ്സിലാക്കിക്കോ കേട്ടാ. ഒരു എതിരാളികളെ ശക്തമായിട്ട് നട്ടല് നിവർത്തി എതിർക്കാൻ കപ്പാസിറ്റി ഇല്ലാത്ത നീയൊക്കെ എത്ര കാലമാണ് ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കുക? ഈ സ്വന്തം പാർട്ടിക്കകത്ത് കുതികാലി വെട്ടാൻ കാണിക്കുന്ന മിടുക്കിന്റെ ഏതെങ്കിലും ഒരു അംശം സ്റ്റേറ്റ് ഗവൺമെന്റ് സ്വീകരിക്കുന്ന കൊള്ളക്കെതിരെ, ജനദ്രോഹ നടപടികൾക്കെതിരെ നിനക്കൊക്കെ സമരം ചെയ്യാനോ എന്തെങ്കിലും ഒരു ആർജവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ പ്രസ്ഥാനം ഈ കോളത്തിലെത്തത്തില്ല. അത് മനസ്സിലാക്കിക്കോ കേട്ടാ. നിയമസഭക്കകത്ത് 4-3-7 ഡയലോഗ് അടിച്ച് അതിന്റെ ബീജിയം കട്ട് ചെയ്ത് ഭക്തന്മാരെ കൊണ്ട് ഗ്രൂപ്പിലേക്ക് തള്ളിവിടലല്ലടോ ഒരു പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനം. സർക്കാർ സ്വീകരിക്കുന്ന തെറ്റായ നയങ്ങളുണ്ട്. ആ നയങ്ങൾക്കെതിരെ വിരൽ ചൂണ്ടി ഈ എന്താ പറയണ്ടേ പിണറായി തമ്പ്രാന്റെ മുഖത്ത് നോക്കി സംസാരിക്കുന്ന ഒരു യുവ രക്തത്തെയാണ് നിങ്ങൾ എല്ലാം കൂടി ഇല്ലാതാക്കിയത് എന്നുള്ള ആ ബോധം അത് നിങ്ങൾക്കുണ്ടാവണം. അതിനൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ മുമ്പേ പറഞ്ഞു വെച്ചതുപോലെ കാലവും ചരിത്രവും നിങ്ങളോട് കണക്ക് ചോദിക്കും. അത് നിങ്ങൾ എഴുതി വെച്ചുള്ള പേപ്പറിൽ ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട. മനസ്സിലായ? ഒരു യഥാർത്ഥ പരസ്പരം സ്നേഹിക്കുന്ന സ്നേഹിതന്മാർ അടയാളം എന്താ? അവനിക്ക് എന്ത് പ്രതിസന്ധിയും പ്രയാസങ്ങളും ഉണ്ടെങ്കിൽ അവനെ സംരക്ഷിക്കുക എന്നുള്ളതാ. എതിരാളികൾക്ക് കൊത്തിവലിക്കാൻ ഇട്ടുകൊടുക്കുകയല്ല വേണ്ടത്. ഇപ്പൊ എന്റെ കൂടിയല്ല, എനിക്കൊക്കെ ഫ്രണ്ട്സുകളും സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അവരിനി എന്ത് ക്രൈമിൽ അകപ്പെട്ടു പോയി കഴിഞ്ഞാലും അവരെയൊന്നും ഞങ്ങളിങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ അനുവദിക്കത്തില്ല. അത്തരം ഘട്ടങ്ങളിൽ ഞങ്ങൾ പറയൽ എന്താണെന്നറിയോ? ഞങ്ങളെ ശവത്തിന്റെ മുകളിൽ ചവിട്ടിയിട്ട് ഞങ്ങളെ കൂടെ നിൽക്കുന്നവരെ തൊടാൻ പാ എന്നാ ഞങ്ങൾ പറയാറുള്ളത്. അവൻ ചെയ്ത തെറ്റോ ശരിയോ എന്ന് കാലോ അല്ലെങ്കിൽ നീതിപീഠോ തെളിയിക്കട്ടെ. അതുവരെ അവനെ സംരക്ഷിക്കേണ്ട ബാധ്യത ആർക്കാണ്? അത് പറ. അത് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? നിങ്ങളെ മനസ്സാക്ഷിയോട് ഇന്ന് രാത്രി കിടന്നുറങ്ങുമ്പോൾ നിങ്ങൾ ചോദിക്കണം, സ്വയം മനസ്സാക്ഷിയോട്. ഞങ്ങൾ ചെയ്ത തെറ്റോ അല്ലെങ്കിൽ കാലത്തിന് നീതിബോധം ഉണ്ടാക്കുന്നതാണോ എന്ന് നിങ്ങൾ സ്വയം മനസ്സാക്ഷിയോട് ഇന്നുണ്ടുറങ്ങുന്ന സമയത്ത് അർദ്ധരാത്രി ഒന്ന് 10 മിനിറ്റ് ആലോചിച്ചു കഴിഞ്ഞാൽ, ഞാൻ ആവർത്തിച്ച് പറയുന്നു, ആ മനസ്സാക്ഷി നിങ്ങളെ
ഈ ചെയ്ത ക്രൂരതക്ക് വേട്ടയാടുക തന്നെ ചെയ്യും. ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട കേട്ടാ. എതിരാളികള് മരം മുറിക്കാരൻ പച്ച കളവടിച്ച് വിടുന്നതും കേട്ടിട്ട് പാർട്ടിക്ക് ദോഷമുണ്ടാക്കി പോലും. ആര് ദോഷമുണ്ടാക്കി എന്നാ പറയുന്നത്? നിങ്ങൾ ആരെ ഇക്കിളിപ്പെടുത്തുന്ന അന്തംഗമ്മികളിയാ അല്ലെങ്കിൽ സംഘികളിയാ? ഒരു ബോധമുള്ള കോൺഗ്രസ്സുകാരനും ഈ പൈങ്കളി കഥ കേട്ടിട്ട് ഇക്കിളിപ്പെട്ടിട്ടില്ല. മനസ്സിലായി? അത് ഇക്കിളിപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെപ്പോലുള്ള കൂടെ നിൽക്കുന്ന നേതാക്കന്മാരല്ലാതെ സാധാരണ കോൺഗ്രസിന്റെ വികാരം മനസ്സിലാക്കത്ത് കൊണ്ട് നടക്കുന്ന ഒരു പ്രവർത്തകനും ഇക്കിളിപ്പെട്ടിട്ടില്ല. മനസ്സിലായ? മുഴുവൻ ആളും രാഹുലിനെ ചേർത്ത് പിടിച്ചിട്ടാണുള്ളത്. അതറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊക്കെ രാജിവെപ്പിച്ചതിന് ശേഷം നിങ്ങളെ ഇത് ഉപയോഗിച്ചുകൊണ്ട് ഒരു കേരളത്തിനകത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരിൽ ഒരു സർവേ നടത്താനുള്ള തഞ്ചടമുണ്ടെങ്കിൽ, നഷ്ടലുണ്ടെങ്കിൽ, അമ്പറുണ്ടെങ്കിൽ ഒരു സർവേ നടത്ത്. അതിനകത്ത് ഭൂരിപക്ഷം ആർക്കാന്ന് നോക്ക്. എന്നിട്ട് നിങ്ങൾ പറ, നീയൊക്കെ ഇട്ട ചെരുപ്പിന്റെ അടി എവിടെ വന്ന് നക്കാനും ഞാൻ തയ്യാറാ. മനസ്സിലായ? നിങ്ങൾക്കാണ് ഭൂരിപക്ഷം കിട്ടുന്നതെങ്കിൽ ആ ആമ്പയർ ഒന്ന് കാണിക്ക്. നിങ്ങളിപ്പം പറഞ്ഞല്ലോ കോൺഗ്രസിന് വലിയ അങ്ങ് ഉണ്ടാക്കും. നിങ്ങൾ ഈ രാജ്യത്ത് കാണുന്ന 3.5 കോടി കേരളത്തിലെ സ്റ്റേറ്റിനകത്തുള്ള ജനങ്ങളെ മനസ്സിനകത്തുള്ള കാര്യങ്ങൾ പെനക്ട്രേറ്റ് ചെയ്ത് കണ്ടെത്തി ആവാഹിച്ചിട്ടാണോ ഇതൊക്കെ പ്രവചിക്കുന്നത്? അത് എനിക്കറിയില്ല. എവിടെ ഇരുന്നിട്ടാണ് ഇത്തരം പൊട്ടത്തര ചിന്തകൾ നിങ്ങൾക്ക് വരുന്നത്? അത് പറ. നിങ്ങൾ എതിരാളികൾ ഇപ്പൊ ആഘോഷമാക്കുക. ഞങ്ങളെപ്പോലുള്ളവർക്ക് ഫോൺ തുറക്കാൻ കഴിയുന്നില്ല. തെറികളെ കൊണ്ട് അഭിഷേകങ്ങൾ നോക്കണം. ഞങ്ങൾ പറഞ്ഞ കാര്യത്തിലേക്ക് നിന്റെ പാർട്ടി നേതാക്കന്മാർ എത്തിയില്ലേ? അത് കറക്റ്റല്ലേ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ടാ. എന്നാൽ ഇതിനു മുമ്പ് CPM-ന്റെ പല നേതാക്കന്മാരും വിളിച്ച വോയിസ് ക്ലിപ്പ് അടക്കം പുറത്തു വന്നിട്ട് പോലും അതിനെതിരെ ഒരു ചെറുവിലനക്കി. ഈ കാണിക്കുന്നത് നിന്റെ ആർജവത്തിന്റെ ഒരു 3% ഒരു ആർജവം കാണിച്ച് അവരെ കൊണ്ട് എന്തെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് രാജിവെപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നിനക്കൊക്കെ ഉണ്ടോ? ഉണ്ടെങ്കിൽ കാണിക്കടാ. അവിടെയാ നിന്റെ കാലത്ത് ഞങ്ങൾ കണ്ടെത്തുക. അല്ലാതെ സ്വന്തം വീട്ടിൽ നിൽക്കുന്നവരെ എന്തെങ്കിലും കുറച്ച് പവർ കൂടുതൽ കിട്ടി അങ്ങ് ഉപയോഗിച്ച് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ച് ദേശീയ തലത്തിൽ പോയിട്ട് അത് കൊണ്ടുവന്നിട്ട് ഇവനങ്ങ് രാജിവെപ്പിക്കല് ആണുങ്ങൾക്ക് പറഞ്ഞതല്ല, മീശ ഉള്ളവർക്ക് പറഞ്ഞതല്ല. മനസ്സിലായി? ഈ മീശ ഉണ്ടല്ലോ, ഇത് വെക്കുമ്പം ആളാവണം. മനസ്സിലായ? നിങ്ങൾക്ക് സകലമായ കോൺഗ്രസിന്റെ ആത്മാഭിമാന കോൺഗ്രസുകാരുടെ അഭിമാനത്തെയാണ് നിങ്ങൾ ചോദ്യം ചെയ്തത്. നിങ്ങൾ രണ്ടെണ്ണം ഇന്ന് നേരം പെട്ടപ്പോൾ ഞാൻ വാർത്ത കേൾക്കുക. ഞാൻ TV അങ്ങ് ഓഫാക്കി. ഈ നാണം കെട്ട വാർത്ത കേൾക്കാൻ കഴിയായിട്ട്. രാജ്യത്തും സ്റ്റേറ്റിനകത്തും ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത ഒട്ടനവധി വിഷയങ്ങളുണ്ട്. അതിനൊന്നും അഡ്രസ് ചെയ്യുന്നില്ല. വെറും കാക്കൂലി കാലത്ത് എഴുന്നേറ്റ് അത് കേട്ടിട്ട് ഇവറ്റകൾ ഇക്കിളിപ്പെട്ടിട്ട് ഞങ്ങൾ രാജ്യം വാങ്ങിച്ചിട്ടുണ്ട്, ഞങ്ങൾ വലിയ വമ്പന്മാരാ, ഞങ്ങൾ ഇതുവരെ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞങ്ങൾക്ക് ഇതുവരെ ഒരു അലിഗേഷനും വന്നിട്ടില്ല എന്നിങ്ങനെ സ്വയം പ്രഖ്യാപിക്കുക. പരിശോധിക്കടാ. ഇന്ന് രാത്രി നിന്റെയൊക്കെ വീട്ടിൽ പോയിട്ട് കണ്ണാടി എടുക്കുക. എന്നിട്ട് ഇങ്ങനെ നോക്കുക ഞാൻ എത്രമാത്രം ക്ലിയർ ആണ് എന്ന്. അപ്പം കിട്ടും ഉത്തരം അതിനകത്തൊക്കെ. മനസ്സിലായ? ഞാനിത് പറയേണ്ട സാഹചര്യം ഇനി നിലപാട് സ്വീകരിച്ചവനിക്കൊക്കെ ഇതേ പെണ്ണിന്റെ വിഷയം വന്നപ്പോ ഞാൻ തൊണ്ടപൊട്ടിട്ട് അതിലൊക്കെ പ്രതിരോധം തീർത്ത വ്യക്തിയാ. തൊണ്ടപൊട്ടി സംസാരിച്ചിട്ട് അന്നും ഞാൻ എന്റെ മരണപ്പെട്ടുപോയ മുതുമുത്തച്ഛന്മാരെ പോലും തെറി വിളിച്ചിട്ടൊക്കെ പിന്നെ ഞാൻ അത് കേൾക്കേണ്ടി വന്നിട്ടില്ല. ആർക്ക് വേണ്ടിയാ? എന്റെ കുടുംബത്തിന് വേണ്ടിയല്ല, എനിക്ക് വേണ്ടിയല്ല. ഞാൻ ഇഷ്ടപ്പെടുന്ന എന്റെ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർക്കെതിരെ കളവുകൾ പ്രചരിപ്പിക്കുമ്പോ അതിന് ശബ്ദിച്ചതിന്റെ പേരില്ല. എന്നിട്ട് എനിക്ക് വല്ല നേട്ടമുണ്ടോ? ഒരു നേട്ടവും ഇല്ല. ഒരു രൂപ നിങ്ങൾ എനിക്ക് തരുന്നുണ്ടോ? ഇല്ല. ഒരു ഗ്ലാസ് വെള്ളം നിന്റെ പാർട്ടിയിൽ കയർന്നു കുടിച്ചോ? ഇല്ല. എന്നാൽ എന്റെ പേഴ്സണലായിട്ട് എന്തെങ്കിലും വ്യക്തിപരമായിട്ട് കാര്യങ്ങളിൽ നിയമപരമായിട്ട് കിട്ടേണ്ട എന്തെങ്കിലും ഒരു ആനുകൂല്യങ്ങൾ നിങ്ങളോട് വന്ന് ചോദിച്ചാൽ നിങ്ങൾ അത് ശരിയാക്കി തന്നുള്ളൂ? അതും ഇല്ല. എന്നിട്ടും കോൺഗ്രസ് എന്ന ഒരൊറ്റ വികാരത്തിന്റെ പുറത്താ ഞാനിത് പറയുന്നത്. ആ ആശയം ഈ രാജ്യത്ത് നിലനിൽക്കണം. ആ ആശയം ഉണ്ടെങ്കിലേ ഇന്ത്യയായി നിലനിൽക്കൂ. ആ ഇന്ത്യയിൽ നിന്ന് കോൺഗ്രസ് അല്പം മാറി നിൽക്കുമ്പോൾക്ക് ഇന്ത്യ രാജ്യത്തിന്റെ അവസ്ഥയൊന്നും നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അപ്പൊ അതില്ലാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങളെപ്പോലുള്ളവർ ഈ തൊണ്ട പൊട്ടി സംസാരിക്കുന്നത്. അല്ലാതെ നിന്നെപ്പോലെ പാർട്ടിക്കകത്ത് നിന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും നേട്ടങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിൽ മുണ്ട് പൊക്കി കാണിച്ചിട്ട് പോറ്റി വളർത്തിയ പ്രസ്ഥാനത്തെ തള്ളിപ്പറയുന്ന ആണും പെണ്ണും കിട്ട പണിയെടുക്കുന്നവരല്ല ഞങ്ങൾ. മനസ്സിലാക്കിക്കോ. ഒരു ജീവിതത്തിന്റെ 3/4 ഭാഗവും ഒരു പ്രസ്ഥാനത്തിൽ നിന്നിട്ട് ഏതോ ഉൾഗ്രാമത്തിൽ ജനിച്ചവനെയൊക്കെ ലോകം അറിയപ്പെടുന്ന, രാജ്യം അറിയപ്പെടുന്ന നേതാവാക്കി മാറ്റിയിട്ട് അവസാനം 10, 80, 85 വയസ്സ് കഴിയുമ്പോ ഒന്നും മാറി നിൽക്ക്, അടുത്ത ന്യൂ ജനറേഷൻ വരട്ടെ എന്ന് പറഞ്ഞാൽ പോലും അതിന് പോലും സമ്മതിക്കാതെ
അല്ലെങ്കിൽ ആ സീറ്റ് പാർട്ടി കൊടുത്തിട്ടില്ലെങ്കിൽ ഈ പോറ്റി വളർത്തിയ പ്രസ്ഥാനത്തിന് നേരെ അണികൾക്ക് നേരെയും മുണ്ടുവക്കി കാണിച്ച് അടുത്ത പാർട്ടി കയറി ഈ പ്രസ്ഥാനത്തിന് നേരെ കൊഞ്ഞനം കുത്തുന്ന ഒരുപാട് നേതാക്കന്മാർ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. എന്നാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സാധാരണ പ്രവർത്തകർ അത്തരം നിലപാട് സ്വീകരിച്ചതായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? പറ്റത്തില്ല. കാരണം എന്താ പറയാ, ഞങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച പ്രസ്ഥാന, ലാഭത്തിന് വേണ്ടിയല്ല, നഷ്ടങ്ങളെ ഞങ്ങൾക്ക് ഉണ്ടാകും എന്നുള്ള ബോധ്യവും തിരിച്ചറിവും ഞങ്ങൾക്കുണ്ട്. എന്നിട്ട് ഞങ്ങൾ ഇതിനു വേണ്ടി വാദിക്കുന്നത് ഞങ്ങളെ പൂർവികന്മാർ പടുത്തുയർത്തിയ പ്രസ്ഥാനം ഞങ്ങളുടെ ജീവിതാവസാനം വരെ അത് നിലനിന്ന് കാണണം എന്നുള്ളത് കൊണ്ടാ. മനസ്സിലായ? അല്ലാതെ വേറെ ഒരു നേട്ടത്തിനു വേണ്ടിയല്ല. അത് നിങ്ങൾ ചിന്തിക്കണം. ഓക്കെ? എന്നിട്ട് നിങ്ങൾ നടപടിയെടുക്കണം കേട്ടാ. ഞാനിത് പറയണ്ട എന്ന് വെച്ച് ഈ ടോപ്പിക്ക് ഞാൻ ബൈൻഡപ്പ് ചെയ്യണമെന്ന് വെച്ചാൽ, പക്ഷെ ഒരു സാഹചര്യത്തിലും നമ്മളെ ഇതുപോലെ അടങ്ങാതിരിക്കാൻ അനുവദിക്കത്തില്ല എന്നൊരു ഇത് വന്നാൽ ഇത് പറയുക തന്നെ വേണം. കാരണം ഇപ്പൊ ഞങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിൽ എപ്പാടോ പിന്നെ പറയാനെങ്കിൽ ഈ പാർട്ടികൾ ബാക്കി വേണ്ട. ഇവിടെ ഇവറ്റകൾ സ്വാർത്ഥ നേട്ടങ്ങൾക്ക് വേണ്ടിയും ലാഭങ്ങൾക്ക് വേണ്ടിയും നേട്ടങ്ങൾ ഉണ്ടാക്കാനും വേണ്ടിയും ഞങ്ങളുടെ ഈ ആത്മാവായ പ്രസ്ഥാനത്തെ ഇങ്ങനെ ഇല്ലായ്മ ചെയ്യുന്ന നിലപാടിലേക്ക് പോകുമ്പോ, അത് പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഈ രാജ്യത്തോടും ഈ പാർട്ടിയോടും കൂറുണ്ടെങ്കിൽ നിങ്ങൾ അതിന് പ്രതികരിക്കണം. കാരണം എന്താ അറിയോ, അവരും ഈ പറയുന്ന നേതാക്കന്മാർ എന്ന് പറയുന്നവരൊന്നും അങ്ങനെ ദൈവത്തിന്റെ പുത്രന്മാരായിട്ട് ഇറങ്ങി വന്നതൊന്നുമല്ല. മനസ്സിലായ? ഞങ്ങളെപ്പോലെ തന്നെ അവരും. പക്ഷെ ഞങ്ങളെ രാഷ്ട്രീയം തൊഴിലാക്കാത്തതിന്റെ പേരിൽ ഞങ്ങൾ മറ്റൊരു മേഖലയിലേക്ക് പോകുന്നു. ഇവറ്റകൾ ഇതിനകത്ത് നിന്നുകൊണ്ട് അധ്വാനിക്കാതെ തിന്നാൻ വേണ്ടി പ്രസ്ഥാനത്തെ കൊന്നിട്ടാലും ശരി എന്നുള്ളത് കൊണ്ട് അള്ളിപ്പിടിച്ചിരിക്കുമ്പോ അങ്ങ് ആയതാ. ഇവരെയൊക്കെ നേതാവാക്കിയതും ഞങ്ങളെപ്പോലുള്ള പ്രവർത്തകർ തന്നെയാ. അത് മനസ്സിലാക്കിക്കോ. അതുകൊണ്ട് ഇവര് പറയുന്നതിനെ ന്യായീകരിച്ചിട്ട് അതാണ് ശരി എന്ന തരത്തിലേക്ക് ആരും ന്യായീകരിക്കണ്ട. ഞാൻ പറഞ്ഞല്ലോ, നീതി നിഷേധിക്കപ്പെടുന്നവന്റെ നീതി പിടിച്ചു വാങ്ങാൻ, അത് നേടിക്കൊടുക്കാൻ ഞങ്ങളുടെ അവസാനത്തെ ശ്വാസം നിലനിൽക്കുന്നവരെയും ഞങ്ങൾ ഉണ്ടാകും. അല്ലാതെ ഏകപക്ഷീയമായിട്ട് ഒരു സ്ത്രീ എന്നുള്ള പ്രിവിലേജ് മുന്നിൽ എത്തിക്കൊണ്ട് സമൂഹത്തിന് മാന്യമായി ജീവിക്കുന്ന പുരുഷന്മാരെ വേട്ടയാടി കളയാ എന്നുള്ള ധാരണയും നിങ്ങൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കരുത്. അതുകൊണ്ട് എന്റെ ജനാധിപത്യ വിശ്വാസികൾ, കേരളത്തിൽ എന്താ പറയുന്നത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഇഷ്ടപ്പെടുന്നവർ തെറ്റും ശരിയും അത് കാലം തെളിയിക്കട്ടെ. എന്തായാലും ഇന്ന് ഞങ്ങളൊക്കെ അറിഞ്ഞ അവസ്ഥയിൽ ഒരു തെറ്റും ഒരു ക്രൈമും ഒരു ക്രിമിനൽ കുറ്റവുമല്ല രാഹുൽ ചെയ്തത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല. സ്വാഭാവികമായിട്ട് ലോകത്ത് നടക്കുന്ന പ്രണയബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു റിയാലിറ്റിയാ. അത് രാഹുൽ മാത്രമൊന്നുമല്ല. ആ കാലങ്ങൾ ലോകമുണ്ടാകുന്നതിന് മുമ്പ് തന്നെ, അതായത് ലോകമുണ്ടാകുന്നതിന് മുന്നേ പ്രണയത്തെപ്പറ്റി വർണ്ണിച്ചു വെച്ച, പ്രണയം എത്രമാത്രം സുന്ദരമാണെന്ന് പഠിപ്പിച്ചു വെച്ച ലോകം തന്നെയായത്. അവിടെ നിന്ന് ഒരു പ്രണയം തെറ്റായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. ആ പ്രണയത്തിനിടയ്ക്ക് രണ്ടുപേരുടെയും പരസ്പരം ഇഷ്ടപ്രകാരം എന്തെങ്കിലും അരുതായിക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് രണ്ടുപേരും അതിൽ കുറ്റക്കാരാണ്. അല്ലാതെ ഏകപക്ഷീയമായിട്ട് ഒരാളെ മാത്രം പ്രതിസ്ഥാനത്തിൽ നിർത്തി അവന്റെ ഭാവി ജീവിതം തുലക്കുന്ന വിധത്തിൽ, അല്ലെങ്കിൽ അവരുടെ കുടുംബത്തെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന നെറികെട്ട നിലപാട് സ്വീകരിക്കുമ്പോൾ അത് ഒരു കാരണവശാലും ഏത് കൊമ്പനായാലും ഏത് ദൈവം തമ്പുരാൻ ഭൂമിയിൽ വന്നിറങ്ങി നിന്നാലും അതിന് അനുവദിച്ചു കൊടുക്കാൻ നിങ്ങൾ തയ്യാറാവർ എന്ന് മാത്രം പറഞ്ഞു വെച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈ തീരുമാനം എടുത്ത ഈ പറയുന്ന ആരാണോ രാഹുലിന്റെ പിറകിൽ നിന്ന് രാഹുലിനെ കുത്തി നോവിപ്പിച്ച് അദ്ദേഹത്തെ വീഴ്ത്താൻ ശ്രമിച്ചത്, കൂടെ നിന്നിട്ട് അവർക്ക് ദൈവം അതിൻ്റെതായ അർഹിക്കുന്ന ശിക്ഷ കൊടുക്കട്ടെ എന്ന് സകലമാന വിശ്വാസ ദൈവങ്ങളെയും വിളിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ച് ഇതങ്ങ് അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് കോൺഗ്രസ്. കോൺഗ്രസ് ജയിക്കട്ടെ, രാഹുൽ തിരിച്ചു വരട്ടെ.